നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലം നഗര മധ്യത്തിൽ ഒരു അജ്ഞാത മൃതദേഹമാണ് കണ്ടത്. പോലീസ് ആസ്ഥാനത്തിന്റെ സമീപമായിട്ട്, കമ്മീഷൻ ഓഫീസിന്റെ സമീപമായിട്ട് ഒരു കാർ കൂളർ നടത്തിയിരിക്കുന്ന ആ കടയുടെ മുൻവശമായിട്ടാണ് ഈ മൃതദേഹം കണ്ടത്. സ്ഥിരമായിട്ട് അദ്ദേഹം ഇവിടെ വന്ന് കിടക്കാറുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ CCTV ക്യാമറകളൊക്കെ ഉള്ളതാണ്. പക്ഷേ അത് തലേ ദിവസം ഇത് വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈവശം ഒരു ബാഗ് കൊണ്ടു നടക്കുന്ന ഒരു വികൃതക്കാരനാണ്. മറ്റ് ഭാഗ്യക്കുറി വിൽപ്പന അത്തരത്തിൽ ചെറിയ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് വന്ന് കിടക്കുന്നതാണെങ്കിൽ ഇന്ന് കട തുറക്കാൻ നേരത്ത് വന്നപ്പോൾ അസ്വാഭാവികമായിട്ടുള്ള കിടക്കയാണ് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ബ്ലഡ് വന്നിരിക്കുന്നതായിട്ട് കാണുകയും അവർ നോക്കിയപ്പോൾ മരണപ്പെട്ടതിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് വന്ന് അവരെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തയ്യാറാക്കി മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഒരു ദാരുണമായ ഒരു സംഭവമാണ് നടക്കുന്നത്. പലരും തെരുവുകളിലും നമ്മുടെ പല ഭാഗങ്ങളിലും ബസ് സ്റ്റോപ്പിലൊക്കെ അന്തി ഉറങ്ങുന്ന നിരവധി പേരെ കാണാം. അതൊക്കെ രാത്രിയിൽ പോലീസുകാർ വന്നവരെയൊക്കെ അവിടുന്ന് ആട്ടി ഓട്ടിക്കുകയൊക്കെ ചെയ്യുന്നതും കാണാം. പക്ഷേ ഇത്തരത്തിൽ ഒഴിഞ്ഞ ഒരു ഭാഗമായതുകൊണ്ടായിരിക്കണം ഇവർക്ക് പരിചയമുള്ള ഒരാളാണ് പകൽ സമയങ്ങളിൽ ഇവിടെ വരികയും മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. ഏതാണ്ട് 75 വയസ്സിനോടടുപ്പിച്ച് പ്രായമുണ്ട്. അദ്ദേഹത്തിന് കുടുംബപരമായിട്ട് ആരും ഇവിടെ ഇല്ലെങ്കിലും ഇതൊക്കെ ബന്ധുക്കാരൊക്കെ ഇവിടെ ഉള്ളതായിട്ടാണ് അറിയുന്നത്. എന്തായാലും ആരെങ്കിലും മോഷണ ശ്രമത്തിനിടയിൽ നിന്നും ബാഗ് തട്ടിപ്പറിക്കുന്ന സമയത്തു നിന്നും അത്തരത്തിൽ സംഭവിച്ച വല്ല ആക്രമണത്തിൽ കൂടെയാണോ ഈ മരണം സംഭവിച്ചത്, അതോ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ? എന്തായാലും അത് വരും ദിവസങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ കൂടി മാത്രമേ അത് വ്യക്തമാകത്തുള്ളൂ. എന്തായാലും മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും തൊട്ടടുത്തുള്ള CCTVയുടെ ഫുട്ടേജ് എല്ലാം അവരെ എടുത്തുകൊണ്ട് പോയിരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ദാരുണമായ ഒരു സംഭവമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹം സ്ഥിരം വന്ന് കിടക്കുന്ന പാർട്ടിയാണ്. ഒരു 2 മാസം കൊണ്ട് സ്ഥിരം ഇവിടെ കിടക്കുന്ന ഒരാളാണ്. നമുക്കൊരു അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് പുള്ളിയെ ഇവിടെ കിടക്കാൻ സമ്മതിച്ചത്. നമ്മള് ഇന്നലെയും ഉച്ചയ്ക്ക് നമ്മൾ കട തുറന്നപ്പോഴത്തേന് പുള്ളി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ ഇവിടെ സെക്യൂരിറ്റി ഇല്ലായിരുന്നു, ഇന്നലെ ലീവായിരുന്നു. അപ്പൊ അതുകൊണ്ട് രാത്രി ഇവിടെ ലൈറ്റ് ഇടാൻ വന്നപ്പോഴത്തേന് തന്നെ നോക്കിയപ്പോഴും പുള്ളി ഇവിടെ കിടപ്പുണ്ട്. പുള്ളി നമുക്ക് അറിയാവുന്ന ഒരാളായോണ്ട് പുള്ളി ഇവിടെ കിടത്തിയിരുന്നത്. അതുകൊണ്ട് സെക്യൂരിറ്റി ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇന്നലെ സെക്യൂരിറ്റി ലീവായിരുന്നു. കട തുറക്കാൻ വരുന്ന സമയത്താണ് എണീക്കപ്പോഴാണ് തട്ടി വിളിച്ചത്. അല്ല, നമ്മുടെ സ്റ്റാഫ് രാവിലെ വന്നു. അപ്പൊ ഇത് മൂടി കിടക്കുന്ന കണ്ടോണ്ട് പുള്ളി തട്ടി ഉണർത്താൻ നോക്കി, ഉണരുന്നില്ല. അപ്പൊ അത് കണ്ടപ്പോഴത്തേന് ബ്ലഡ് കണ്ടപ്പോഴത്തേന് എന്നെ വിളിച്ചു. ബ്ലഡ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഓടി വന്നു. അപ്പോഴത്തേക്ക് പോലീസിനെ വിവരം അറിയിച്ചു. അവര് മൂക്കിന്റെ അവിടുന്ന്, വായിന്റെ അവിടെയും മൂക്കിന്റെ അവിടെയും അങ്ങനെ ബ്ലഡ് കണ്ടത്. അന്നേരം ഉടനെ പോലീസ് വന്നു. അവര് വന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു പോയി. പുള്ളിക്ക് ഇവിടെ വീടും കുടുംബവും ഇല്ല, വീടും കുടുംബവും ഇല്ല. അവരുടെ ബന്ധുക്കാർ ഇവിടെ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആരാന്ന് അറിയത്തില്ല. പിന്നെ പ്രായമുള്ളൊരു മനുഷ്യനായോണ്ട് നമ്മളിവിടെ കിടക്കാൻ സമ്മതിച്ചത്. മറ്റു ജോലിക്കൊന്നും പോരല്ല. പുള്ളി അടുത്ത സമയത്ത് ലോട്ടറി വിൽപ്പനയായിരുന്നു പുള്ളിയുടെ ഒരു ജോലി. അപ്പം ഇതിലേ പോകുന്നവണ്. പിന്നെ വല്ലപ്പോഴും നമ്മുടെ അടുത്ത് എന്തെങ്കിലും പൈസ ആവശ്യപ്പെടും, ഫുഡ് കഴിക്കാൻ നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഒന്നുമല്ല, സ്വാഭാവികമല്ല. എന്തോ ആരോ നമുക്ക് സംശയം. ക്യാമറ ഉണ്ട്, പക്ഷെ ഓൾറെഡി ഇന്നലെ അത് വർക്കിംഗ് അല്ല. നമ്മുടെ അപ്പുറത്തെ ക്യാമറ വർക്കിംഗ് ആണ്. ആളിനെ നമുക്കൊരു പോലീസുകാർ വന്ന് അത് എടുത്തു. അവർക്ക് എന്തോ സംശയം തോന്നി. അങ്ങനെ അവര് അത് ക്ലിയർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. ക്യാമറയുടെ വിഷ്വൽ എല്ലാം എടുത്തോണ്ട് പോയിട്ടുണ്ട്. കിടക്കുന്നത് സ്വാഭാവികമായിട്ട് കിടക്കുന്ന രീതിയിലാണോ? അല്ല, സ്വാഭാവികമായ രീതിയിലല്ല കിടന്നത്. കഴുത്തിൽ ഒരു കെട്ടുണ്ടായിരുന്നു. ആ കെട്ട് വേറൊരുമായിട്ട് ബന്ധിച്ച് ഒരു രീതിയിലാണ് കിടന്നത്. കഴുത്തിൽ കെട്ടപ്പോ സ്വന്തമായിട്ട് കെട്ടാൽ? അല്ല, സ്വന്തമായിട്ട് കെട്ടിയേക്കുന്ന കെട്ടല്ല. അതുപോലെ പൈസ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്ന സ്വഭാവമുള്ള ബാഗ് എപ്പോഴും ഒരു കറുത്ത ബാഗ് പുള്ളിയുടെ എപ്പോഴും കാണും. അപ്പൊ അത് കെട്ടിപ്പിടിച്ചാണ് പുള്ളി കിടക്കാറുള്ളത്. എവിടെ കിടന്നാലും അത് മുഖത്ത് കാണും. പുള്ളിയുടെ ബാഗ് മാറ്റി വെക്കത്തില്ല. അപ്പൊ ഇപ്പൊ ആ ബാഗ് ഉണ്ടായിരുന്നു? ഇല്ല, ബാഗില്ല. ബാഗും ഫോണും ഉണ്ടായിരുന്നു. ചെറിയൊരു ഫോണും ഉണ്ടായിരുന്നു. ഫോണും ഇവിടെ നമ്മുടെ കടയുടെ സൈഡിലാണ് പുള്ളി അത് ചാർജ് ചെയ്യാറുള്ളത്. നമ്മളും പിന്നെ ഒന്നും പറയാറില്ല. അപ്പൊ ഈ ബാഗ് കാണാത്ത സ്ഥിതിക്ക് അത്തരം മോഷണം വല്ലം ചിലപ്പോ തട്ടി ഉണർത്തിയിട്ട് ബാഗ് എടുക്കാൻ നോക്കിയോ സമ്മതിച്ച് കാണത്തില്ല. അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കാം. അപ്പൊ അന്വേഷണത്തിൽ കൂടെ അറിയാൻ പറ്റും.